BMC Sport News. നമസ്കാരം, BMC സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ബഹ്റൈൻ ഇന്ത്യ സാംസ്കാരിക സമന്വയത്തിലൂന്നിയ ആദ്യ സിനിമ എന്ന പ്രത്യേകതയോടെ ബഹ്റൈനിൽ നിന്നുള്ള 100-ൽ പരം കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ആന്തോളജി സിനിമ ഷെൽട്ടർ ഏപ്രിൽ 10-ന് തിയേറ്ററുകളിലെത്തും. BMCയുടെ ബാനറിൽ എടത്തോടി ഫിലിംസ് ആണ് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത്. ബഹ്റൈൻ മീഡിയ സിറ്റി സ്ഥാപിതമായതിനു ശേഷം BMC ഫിലിം സൊസൈറ്റിയുടെ കീഴിൽ നിർമ്മിക്കപ്പെടുന്ന രണ്ടാമത്തെ സിനിമയായ ഷെൽട്ടർ പൂർണ്ണമായും ബഹ്റൈനിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ സിനിമ ഏപ്രിൽ 10 മുതൽ ദാനാമാളിലുള്ള എപ്പിക് സിനിമാസിലാണ് പ്രദർശനത്തിന് ഒരുങ്ങുന്നത്. 4 ഷോർട്ട് ഫിലിമുകളുടെ സമാഹാരം എന്ന നിലയിൽ ആന്തോളജി മൂവി ഷെൽട്ടർ എന്ന പേരിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 10-ാം തീയതി ഷെൽട്ടർ എന്ന ആന്തോളജി മൂവി ബഹ്റൈനിലെ ദാനാമാൾ എപ്പിക് സിനിമയിൽ പ്രദർശനം ആരംഭിക്കുകയാണ്. ഏപ്രിൽ മാസം 10-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന പ്രദർശനത്തിൽ നിരവധിയായ VVIPകൾ പങ്കെടുക്കുന്നു. അതിനുശേഷം തുടർച്ചയായി 5 ദിവസം എപ്പിക് സിനിമയിൽ ആന്തോളജി മൂവിയുടെ പ്രദർശനം നടക്കും. ബഹ്റൈനിൽ നിന്ന് മാത്രമല്ല GCCയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ മലയാളം ആന്തോളജി സംരംഭം എന്ന ബഹുമതി കൂടി ഷെൽട്ടറിന് സ്വന്തം. 4 ചെറു സിനിമകൾ ചേർന്ന ഷെൽട്ടറിൽ പ്രവാസ ലോകത്തെ മലയാളി കലാകാരന്മാരോടൊപ്പം പ്രശസ്തരായ ബഹ്റൈനി കലാകാരന്മാരും രാജസ്ഥാനി കലാകാരന്മാരും വേഷമിടുന്നു. അഭിനേതാക്കളൊക്കെ ബഹ്റൈനിൽ നിന്ന് പൂർണ്ണമായും ബഹ്റൈനിൽ ചിത്രീകരിച്ച ബഹ്റൈൻ്റെ ഒരു സിനിമയാണ് ഷെൽട്ടർ എന്ന ആന്തോളജി മൂവി. ഈ ആന്തോളജി മൂവിയിൽ ജയ നേരത്തെ പറഞ്ഞ പോലെ 100-ൽ പരം അഭിനേതാക്കൾ ഉണ്ട്. അതിൽ നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ രാജസ്ഥാൻ എന്ന് പറഞ്ഞ മറ്റ് പല സംസ്ഥാനങ്ങളിലുള്ള ആക്ടേഴ്സും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും വളരെ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഷെൽട്ടർ എന്ന ആന്തോളജി സിനിമയിൽ ഇവിടുത്തെ പ്രഗത്ഭരായ ബഹ്റൈനി ആർട്ടിസ്റ്റുകളും അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ്. ഇതിൽ 3 സിനിമകളുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നതും ടെയിൽമേറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും പ്രശസ്ത സിനിമാ നടിയും എഴുത്തുകാരിയുമായ ജയ മേനോൻ ആണ്. ജയ മേനോൻ, പ്രകാശ് വടകര, മാഷും ഷാ, സ്റ്റീവ അനിൽ, അക്ഷയ ബാലഗോപാൽ, അഭിരുചി ജെയിൻ, അമ്മർ സൈനൽ കൂടാതെ 50ഓളം കലാകാരന്മാരും ഈ സിനിമയിൽ അഭിനയിക്കുന്നു. ഈ ആന്തോളജി എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നത് 4 പേരും ചെയ്ത ഈ സിനിമ ടോട്ടലി ഒരു 2 hour 40 minutes വരുന്നുണ്ട്. അതിലേറ്റവും നീളം കൂടിയ സിനിമ സ്റ്റീൽമേറ്റ് എന്ന സിനിമയാണ്. അത് ഞാനാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. അറിയപ്പെടുന്ന നടനും സംവിധായകനുമായ പ്രകാശ് വടകര സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഫേസസ് ഇൻ ഫേസസ് എന്ന സിനിമയിൽ നീതു ജനാർദ്ദനൻ, കാത്തു സച്ചിൻ ദേവ്, രാഹുൽ സോണി, ശ്രീജിത്ത് ഫറൂഖ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രശോഭ് മേനോൻ സംവിധാനം ചെയ്യുന്ന ലോക്ഡ് എന്ന സിനിമയിൽ കെൽവിൻ പേര ലിങ്കൻ, അനീഷ് നിർമ്മലൻ, ക്ലൗഡി ജോഷി, റോഗി ജോസഫ് എന്നിവരും സൗരവ് രാകേഷ് ഒരുക്കിയിരിക്കുന്ന ദി ലോസ് ലാംപ് എന്ന സിനിമയിൽ ശിവസൂര്യ ശ്രീകുമാർ, ഫഹദ് യാസർ, പ്രിയംവദ ഷാജു തുടങ്ങിയവരും വേഷമിടുന്നു. ആദ്യത്തെ സംരംഭമായിട്ടാണ് ഇത് ഷെൽട്ടർ എന്ന പടത്തിൻ്റെ പടം നമ്മുടെ ഫിലിം കമ്പനിയുടെ ഇതിൽ പേരിൽ ഇറക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയത്. BMC സ്പോർട് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. നന്ദി, നമസ്കാരം. BMC Sport News.